ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു, നമുക്ക് ഈ പൊളിറ്റിക്കലായ ചോദ്യം അവസാനിപ്പിക്കുന്നതിന് ദീർഘമായി നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ ഈ വികസനത്തിൻ്റെ പ്രോജക്റ്റൊക്കെ ടൂറിസം മിനിസ്റ്റർ കൊണ്ടുവന്നെങ്കിലും വലിയ ആരോപണം, ഇപ്പോൾ അവിടെ PV അൻവർ അല്പസമയം മുമ്പും ആരോപണം ഉന്നയിച്ചു, അമിതാധികാര പ്രയോഗം നടത്താൻ അവസരം കൊടുത്തു ടൂറിസം മന്ത്രിക്ക് എന്നാണ്. അത് മുഹമ്മദ് റിയാസിന്, അങ്ങയുടെ പേര് പറഞ്ഞാണ് ആക്ഷേപിക്കുന്നത്, ഞാൻ ആ പേര് പറയില്ല, കാരണം അത് മുഹമ്മദ് റിയാസിനെ റദ്ദാക്കലാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ റദ്ദാക്കലാണ്. അങ്ങനൊരു വലിയ ആക്ഷേപം PV അൻവറാണ് ഉന്നയിച്ചു തുടങ്ങിയത്. അത് പിന്നെ ചിലരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനൊരു അമിതാധികാര പ്രയോഗം എപ്പോഴെങ്കിലും ടൂറിസം മിനിസ്റ്റർ നടത്തിയതായിട്ടോ അതിനുള്ള അവസരം കിട്ടിയതായിട്ടോ താങ്കൾ കരുതുന്നു? അത്തരമൊരു കാര്യം എൻ്റെ ശ്രദ്ധയിലോ ഞങ്ങളുടെ ശ്രദ്ധയിലോ ഇല്ല. എൻ്റെ ശ്രദ്ധയിൽ മാത്രമല്ല, പൊതുവിൽ ഞങ്ങൾ ആരുടെയും ശ്രദ്ധയിലില്ല. എല്ലാ മന്ത്രിമാരും അവരവരുടെ രീതിയിൽ പ്രവർത്തിക്കുക എന്നല്ലാതെ അവരേതെങ്കിലും മേഖലയിൽ കടന്നു കയറി പ്രവർത്തിക്കുന്നൊരു നില ഈ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടില്ല. എല്ലാവരും നല്ല മിടുക്കോടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ല നിലക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്, നല്ല മതിപ്പ് ഓരോരുത്തരും സമ്പാദിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അമിതാധികാര പ്രയോഗം ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായതായിട്ട് മുഖ്യമന്ത്രി നിലക്ക് എനിക്ക് അനുഭവമില്ല. ഞങ്ങളുടെ മന്ത്രിസഭയിൽ ആർക്കും അത്തരത്തിലൊരു ആക്ഷേപവും ഇല്ല. 12 മന്ത്രിമാർ തോക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 12 മന്ത്രിമാർ തോക്കും, 1 ഡസൻ മന്ത്രിമാർ തോക്കും. പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം ഭദ്രാണോ? കടുത്ത മത്സരം പ്രതിപക്ഷ നേതാവ് നേരിടുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുക, ഭദ്രാണോ എന്ന് ചോദിക്കുക. അവിടെ ടൈസൺ മാസ്റ്റർ നല്ല മത്സരം കാഴ്ചവെക്കുന്നുണ്ടെന്നാണ്, പക്ഷേ കടന്നു വരുമെന്ന് അദ്ദേഹം കരുതുന്നു. ഒരു കാര്യം കൂടി, അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിനോട് ഇപ്പം നുണേശൻ എന്നൊരു പദപ്രയോഗം, അദ്ദേഹം പിന്നീട് നുണറായി എന്നൊരു പദപ്രയോഗം അദ്ദേഹം തന്നെ നടത്തി അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരം പരാമർശങ്ങൾ നടത്തുന്നതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ കാണുന്നത് ഒരു വ്യക്തിപരമായിട്ട് അങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല എന്നാണ് ആരെയും. വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല. അത് പക്ഷേ നമ്മുടെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് അത് നിങ്ങളില്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ച് ആളെ എങ്ങനെയൊക്കെ ഇകഴ്ത്തി കാണിക്കാൻ പറ്റുമെന്ന് നോക്കുന്നൊരു കാലമാണിത്. അതിലേറ്റവും കൂടുതൽ ആ കാര്യം ചെയ്യുന്നത് കോൺഗ്രസും UDF ആണ്. അത്തരമൊരു സാഹചര്യം വരുമ്പോൾ ചില കാര്യങ്ങൾ തിരിച്ചും വന്നു വരും. അതാണ് സംഭവിക്കുന്നത്. പൊതുവെ CM-നെ അഭിവാദ്യം ചെയ്യാൻ ഇവിടുത്തെ ആൾക്കാർ, നമ്മളിവിടെ എത്തുന്നത് TV-യിൽ കണ്ട് അവിടെ കാണാൻ പറ്റുമായിരിക്കും, പ്രവർത്തകരുണ്ട്, ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുണ്ട്, അവർ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കാണാൻ വന്നേക്കുന്ന വിനോദസഞ്ചാരികളുണ്ട്. ഓക്കെ, ആ വ്യക്തിയധിക്ഷേപം ആർക്കെതിരെയും പാടില്ല. അത് പാടില്ല എന്നുള്ള അഭിപ്രായം ആശയപരമായി നമുക്ക് എതിർക്കാം. അത് അത്രയും പാടും. അത് പ്രതിപക്ഷ നേതാവാണെങ്കിൽ കൂടി, പ്രതിപക്ഷ നേതാവിന്റെ വിയോജിപ്പുണ്ടെങ്കിലും അങ്ങ് ആ പദം ഉപയോഗിക്കില്ല. അത്രയും പാടും. അങ്ങ് ആ പദം ഉപയോഗിക്കില്ല. ഇല്ല, അത് ശരിയുമല്ല. അതിൽ നിന്ന് പിന്മാറി അങ്ങനെ എടുക്കുന്നത് ശരിയല്ല. നമ്മൾ ആക്ഷേപിക്കേണ്ട കാര്യങ്ങൾ ആക്ഷേപിക്കണം, ആക്ഷേപിക്കേണ്ട കാര്യങ്ങളെ ആക്ഷേപിക്കണം. പക്ഷേ വ്യക്തിപരമായ ആക്ഷേപമായിട്ടത് മാറരുത് തന്നെയാണ് എൻ്റെ നിലപാട്.